ഉണക്കിയിട്ട് ഇതിനകത്ത് പേനയൊക്കെ ഇട്ട് വെച്ച് നോക്കാം. നമുക്കിത് ഉണക്കാൻ വെക്കാം. ഹായ് ഗൈസ്, ഒരിക്കൽ കൂടെ മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചിരട്ട കൊണ്ട് ഇതുപോലത്തെ ഒരു പെൻ ബോസ് ഉണ്ടാക്കി ചിരട്ട കൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ചിരട്ട കൊണ്ട് പെൻ ബോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അതാരും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ അതിനെക്കാട്ടും കുറച്ചുകൂടെ കൊള്ളാവുന്നൊരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താല്പര്യമുള്ളവർ അതുപോലെ ഒന്ന് കാണുക. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കണ്ടായോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണം നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മുഴുവനായിട്ടുള്ള ചിരട്ടയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു മുഴുവനായിട്ടുള്ള ചിരട്ട ആവശ്യമുണ്ട്. മുഴുവനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ കുത്തിക്കഴിഞ്ഞാൽ ചിരട്ടയാണ് മുഴുവനായിട്ടുള്ള ചിരട്ട. പിന്നെ ആണെങ്കിൽ ഒരു വീതിയുള്ള സ്പേസ് ഉള്ള ഒരു ചിരട്ടയും കൂടെ വേണം, ഇതുപോലെ വീതിയുള്ള ചിരട്ട. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു കണ്ണുള്ള ചിരട്ടയും കൂടെ വേണം. ഇത്രയും ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവനായിട്ടുള്ള ചിരട്ട, അതായത് തേങ്ങ കുത്തി കഴിഞ്ഞാൽ ഫുൾ ചിരട്ട നമുക്ക് എടുത്ത് ഇതെല്ലാം ഇവിടെ ഉരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചെടുക്കാം. ഞാനിവിടെ ഒരു പലകയിൽ സാൻഡ് പേപ്പർ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ഹാർഡ് സാൻഡ് പേപ്പറാണ്. അപ്പോൾ നമുക്കിത് ഉരച്ച് ഇത് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉരയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പം കാശ് നമ്മൾ അത് ഉരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരച്ച് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം എല്ലാം ഉരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബാക്കി 2 ചിരട്ട നമുക്ക് ഈ ചിരട്ട നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. കട്ട് ചെയ്തിട്ടേ ഉരയ്ക്കാവൂ. കാരണം നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് കളയുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഉരച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നേരെ ഒരു കട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നേരെ ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്യണം. അപ്പം ഞാൻ നേരെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തു. നമ്മളൊരു ഫ്ലെക്സ് രൂപത്തിൽ കട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു കുരിശിൻ്റെ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്യണം, ഇവിടുന്ന് കട്ട് ചെയ്യണം. അതായത് ഈ ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യണം, ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പരിപാടിയിൽ പോകാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പം കാര്യം നമ്മൾ 8 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ മുഴുവനായിട്ടുള്ള ചിരട്ട അതുപോലെ കട്ട് ചെയ്തെടുത്താൽ 8 പീസ് കിട്ടും. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് 2 പീസ് എടുത്ത് മാറ്റണം. കാരണം നമുക്ക് ആ 2 പീസ് ആവശ്യമില്ല. 2 പീസ് എടുത്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഇത് പൊട്ടിയ പീസാണ്, ഇത് എടുത്ത് മാറ്റുവാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ എടുത്ത് മാറ്റി. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഈ ചിരട്ട എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇതാണ് നമ്മൾ സ്റ്റാൻഡ് വെക്കാൻ പോകുന്നത്. പെൻ ബോസിൻ്റെ സ്റ്റാൻഡ് വെക്കാൻ പോകുന്ന ഇതാണ്. അപ്പം നമ്മൾ കുലുങ്ങാതെ സെറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ താഴ്വശം ഉരച്ച് സെറ്റാക്കി വെക്കണം. അപ്പം എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന ഞാൻ കാണിക്കാം ഇപ്പം. എന്നിട്ട് നമുക്ക് ഉരയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പം എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് നേരെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മേളി വെക്കുന്ന ചിരട്ട ചരിഞ്ഞു പോകും. ഞാൻ നേരെ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ഉരച്ച് കളയണം. അപ്പോൾ ഇതിൻ്റെ ഉരച്ച് കളയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് ഉരച്ചെടുക്കണം. ഇതിൻ്റെ ഇതെല്ലാം
സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ എതളിൻ്റെ ഇത് നമുക്ക് ഉരച്ച് കളയാം. ഈ ചിരട്ടനെ നമുക്ക് ഉരച്ച് കളയാം. അപ്പം നമുക്കിത് ഉരയ്ക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഒരു 6 ഇതളാണ് എടുത്തിരിക്കുന്നത്. 6 ഇതളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ 2 ഇതൾ മാറ്റി വെക്കണം. കാരണം അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് ഉരച്ച് ഇതെടുക്കാം. അപ്പോൾ നമുക്കിത് ഉരച്ച് വൃത്തിയാക്കാം. കുറച്ച് പാടാണ് ചിരട്ട ഉരയ്ക്കുന്നത്, കാരണം മെനക്കെട്ടിരുന്ന് ഉരയ്ക്കണം. ഇതുപോലെ ഉരച്ച് നമുക്ക് ഇത് മൊത്തം വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതെല്ലാം ഉരച്ചെടുത്തു. ഇത് ഉരച്ചെടുത്തു. നമ്മൾ വെട്ടി വെച്ചിരുന്ന ഇതെല്ലാം ഉരച്ചെടുത്തു. പിന്നെ നമ്മൾ താഴെയൊക്കെ ഉള്ള സ്റ്റാൻഡും ഉരച്ചെടുത്തിട്ടുണ്ട്. രണ്ടും ഉരച്ചെടുത്ത് നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ മുറിക്കണം. നമ്മൾ ഇത് മുറിച്ച പോലെ, നമ്മളിത് മുറിച്ചില്ല, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അതുപോലെ ഇത് മുറിക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്താണ് നമ്മൾ പേന ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ പേന ഇടുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാം. ഇതുപോലെ ഇതിൻ്റെ വശം ഇതുപോലെ മുറിക്കണം. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം ഗായ്സ് നമ്മളിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കുന്ന പരിപാടിയിലേക്കാണ്. നമ്മൾ ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിങ്ങനെ വെച്ച് ഒട്ടിക്കണം. ഞാൻ പ്ലസ് കുക്കാണ് എടുത്തിരിക്കുന്നത് ഒട്ടിക്കാൻ വേണ്ടി, പ്ലസ് കുക്ക്. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പം ഗായ്സ് നമ്മൾ മുഴുവനായിട്ടുള്ള ചിരട്ട ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ട് ഇപ്പോൾ ഇത് ഇളകി പോകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡ് ഒട്ടിച്ചെടുക്കുന്ന പരിപാടിയാണ്. സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നേരെ വെക്കാൻ ശ്രമിക്കാം. നേരെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം. നേരെയാണോ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി. ഞാൻ നേരെ വെക്കുകയാണ്. ഏകദേശം നേരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് കുക്ക് എടുത്ത് അടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് താഴ്വശമെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എതള ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് പോകാം. ഇത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഈ സൈഡ് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. ഇങ്ങനെ അകത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കുറച്ച് പശ വെച്ച് കൊടുക്കുവാണ്. കുറച്ച് ചിരട്ടപ്പൊടിയും കൂടി ഇട്ട് ഞാൻ അപ്പം നമ്മൾ ഇവിടെ ഒരെണ്ണം ഒട്ടിച്ച് ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം ഒട്ടിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം ഒട്ടിക്കണം. അപ്പം നമ്മൾ 6 എണ്ണം ചുറ്റിനും ഒട്ടിച്ചെടുക്കണം. 6 എണ്ണം ചുറ്റിനും ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒട്ടിക്കാം. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം നമ്മൾ എല്ലാം ഒട്ടിച്ചെടുത്തു. ഇപ്പം കണ്ടോ, ഞാൻ ഇവിടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലാണ് നിങ്ങളും ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനിയും അടുത്തതെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉരച്ച് എടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പശയെല്ലാം കണ്ടോ ഇവിടെ ചുമ്മാ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 100 പേപ്പർ, അതായത് ഏറ്റവും നോർമൽ പേപ്പർ ഇട്ടൊന്ന് പിടിക്കണം. എന്നാലേ ഈ പശയൊക്കെ ഒന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 100 പേപ്പർ ഇട്ട് പിടിക്കാൻ പോവാണ്. 100 പേപ്പർ ഇട്ട് പിടിക്കുവാണ്. ഇതുപോലെ ഉരച്ച് പശയെല്ലാം ഇളക്കി കളയണം. അപ്പം ഗായ്സ് നമുക്ക് വാർണിഷ് അടിക്കുന്ന പരിപാടിയിലേക്ക് പോകും. അപ്പോൾ നമ്മളെല്ലാം ഉരച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ 100 പേപ്പർ ഇട്ട് നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് അടിക്കാം. ഞാനിവിടെ വാർണിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാർണിഷ് അടിക്കാം. അപ്പം ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തുണി കെട്ടി അടിക്കുന്നത്. ബ്രഷ് പന്നലായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തുണി കെട്ടി അടിക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അടിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഗായ്സ് നമ്മൾ
മൊത്തം അടിച്ചെടുത്തിരിക്കുവാണ്. നമ്മൾ വാണിഷെല്ലാം അടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. അപ്പോൾ നമുക്കിനി ഉണക്കിയിട്ട് ഇതിനകത്ത് പേനയൊക്കെ ഇട്ട് വെച്ച് നോക്കാം. നമുക്കിത് ഉണക്കാൻ വെക്കാം. പെൻബോസ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ചിരട്ട കൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കാരണം എല്ലാവരുടെ വീട്ടിലും തേങ്ങയുണ്ട്, തേങ്ങയിൽ ചിരട്ട കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ സമയം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോ വരെ ബോണി വെന്നി ബിഗ് സൈനിങ്.